ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ വ്ളോഗാണ്. അപ്പം കണ്ടോ, ഞാൻ കുറേ ടേക്ക് എടുത്തി, ഇനി എനിക്ക് എടുക്കാൻ കഴിയില്ല, ഇതങ്ങനത്തെ നിന്നോട്ടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ കുട്ടിക്കാലത്തിൽ ഓരോ ഐറ്റംസ് ഉണ്ട്, നല്ല മെമ്മറീസ് ഒക്കെ വരുന്ന. അപ്പോൾ പറയുന്ന രീതി തന്നെ തെറ്റിയല്ലോ. ഒന്നും കൂടി പറയാം, വിഷയം കയ്യല്ലേ, വെയിറ്റാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലെ കുറേ ഐറ്റംസ് ഉണ്ട് എൻ്റെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഓർമ്മ വരും കുട്ടിക്കാലം. അപ്പോൾ ഞാൻ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചാണ്. നിങ്ങൾ അതൊക്കെ സൂക്ഷിച്ചു വെച്ചോ എന്ന് എനിക്കറിയില്ല, ഇത് റെയർ ആയിരിക്കും. എല്ലാവരും ഇങ്ങനത്തെ ഒന്നും സൂക്ഷിച്ചു വെക്കാൻ ചാൻസ് ഇല്ല. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എനിക്ക് സത്യം പറയില്ല, ഒരു വ്ളോഗ് എടുക്കുമ്പോൾ നിർത്താണ്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഓർമ്മ വരുമ്പോൾ ഞാൻ സംസാരിക്കും. കട്ട് ചെയ്യാൻ കയ്യെല്ലാം അയക്കാം, ഓക്കെ അല്ലേ? വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി പൊട്ടിക്കോ, ഓക്കെ? പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ലൈക്ക് ചെയ്താലും കമന്റ് ചെയ്താലും മതി, ഓക്കെ? ബൈ. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ്, അതിപ്പോ എനിക്ക് എത്ര വയസ്സാണെന്ന് അറിയില്ല, ഞാൻ LKG പഠിക്കുമ്പോഴുള്ളതാണെന്ന് എനിക്കറിയാം. ആ ഫോട്ടോ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വേണേൽ ഫോട്ടോ ഇവിടെ കാണിച്ചു തരാം, ഓക്കെ? അപ്പോൾ അന്നിട്ട ആ ഡ്രസ്സാണ്, ആ ഡ്രസ്സിന്റെ ഫ്രോക്കാണ് ഇത്. സ്കേർട്ടല്ലേ, സോറി, ഓക്കെ, സ്കേർട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇതിന്റെ എവിടെയോ ഇവിടെ പോയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാനത് ഇത് കണ്ട തോള വന്നു, എന്നാലും സാരമില്ല. ഇത് ഞാനൊരു ഞാൻ കാണിച്ചുതരാം, മറന്നു പോകുന്നു. കൊണ്ടാച്ച് വെച്ചിട്ടുള്ള, ഓക്കെ. ഇത് ഞാനൊരു ഐസ്ക്രീം ബോക്സിൽ, ഫാമിലി പാക്ക് ഐസ്ക്രീം ഇല്ല അതിൽ കൊണ്ടാച്ച് വെച്ചാണ്. ഇതാണ് എൻ്റെ കുഞ്ഞു പാവാട. ഇത് ഞാനിപ്പോൾ ഇട്ടാൽ അവസ്ഥ കാണിച്ചു തരാൻ പോലും പറ്റില്ല. ഇങ്ങനെ ഇരിക്കും, കാണുന്നുണ്ടോ എന്നറിയില്ല. ഇത്രയാണ്, വളരെ കുഞ്ഞു പാവാടയാണ്. അപ്പോൾ ഇതിന്റെ കൂടെ ഞാൻ വേറൊരു സംഭവം കൊണ്ടാച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ അല്ല, ഇതിപ്പോ എൻ്റെ അച്ഛൻ കൊണ്ടാച്ച് വെച്ചോണ്ട്, അച്ഛനും അമ്മയൊക്കെ കൊണ്ടാച്ച് വെച്ചോണ്ടാണ് എനിക്കിത് കാണാൻ പറ്റിയ. ഞാൻ അന്ന് വളരെ സന്തോഷത്തിലാണ്. ഞാനൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇത് കണ്ടത്. അങ്ങനെ നല്ല സന്തോഷനും, അയ്യോ എൻ്റെ കുഞ്ഞു പാവാട എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതേപോലെ എൻ്റെ മാമന്റെ മോള് വലുതാകുമ്പോൾ അവൾക്ക് കാണിച്ചു കൊടുക്കേണ്ടിട്ട് ഞാൻ അവളൊരു സംഭവം എടുത്തു വെച്ചിരുന്നു. അതാണിത്, അത് ഞാൻ കാണിച്ചു തരാം. അവളുടെ കുഞ്ഞു ഷട്ടിയാണ് ഗൈസ് ഇത്. പാൻറ്റീസ് അങ്ങനെ പറയണല്ലോ, പാൻറ്റീസ്. അപ്പോൾ ഇത് ഹണിമോൾക്ക് ഇപ്പം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. ഹണിമോള് കാണുമോ ഇല്ലെന്ന് അറിയില്ല, വീഡിയോ കാണാൻ ചാൻസ് ഉണ്ട്, എൻ്റെ എല്ലാ വീഡിയോസും കാണും. അപ്പോൾ ഹണിമോള് വലുതായാൽ ഞാൻ എന്തായാലും കാണിക്കും. ഒരു 10ാം ക്ലാസ് ഒക്കെ എത്താം, അപ്പം കാണിക്കാം. ഇത് ഞാൻ കൊണ്ടാച്ച് വെക്കും. അടുത്തൊരു വീഡിയോ ഓക്കെ, അടുത്ത വീഡിയോ കണ്ടാൽ നിങ്ങൾ ചിരിച്ചു പോകും ഗൈസ്. കാരണം എനിക്ക് തന്നെ ഇത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. എന്താന്നല്ല, എൻ്റെ ചെറുപ്പത്തിലുള്ള ബ്രഷാണ് ഗൈസ്, പല്ല് തേച്ച ബ്രഷ്. ഇതിപ്പോൾ അച്ഛൻ ഡൈന് ഉപയോഗിക്കുന്നുണ്ട്, അച്ഛൻ മക്കളുടെ കൈ കൊടുക്കും. പക്ഷെ എന്നാലും കാണുമ്പോൾ എന്തൊരു ക്യൂട്ടാണ്. ഇതിൻ്റെ സെൻറ്റിമീറ്റർ നോക്കുന്നതിനേക്കൊന്നും ഒരു സ്കെയിലിൻ്റെ അളവ് പോലും ഇല്ല, വളരെ ചെറുതാണ്. നല്ല ക്യൂട്ടല്ലേ? ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നിങ്ങളെ വീട്ടിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ഇങ്ങനത്തെ കൊണ്ടാച്ച് വെച്ചിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും കമന്റ് ചെയ്താലും മതി. അടുത്തെന്ന് വെച്ചാൽ ഒരു ഫോണിന്റെ കളക്ഷൻസ് തന്നെയാണ്. അത് എൻ്റെ മാത്രമല്ല, എൻ്റെ അച്ഛൻ യൂസ് ചെയ്ത, അമ്മ യൂസ് ചെയ്ത, അങ്ങനെ എല്ലാ ഫോണിന്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത ഫോണാണ് കാണിക്കാൻ പോകുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഞാൻ യൂസ് ചെയ്ത ഫോൺ മൊത്തം അച്ഛൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തരുന്ന, അതുകൊണ്ട് ഫ്രഷ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഈ ഫോൺ കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറേ ABCD ഉള്ള എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ഇതിപ്പോൾ വർക്ക് ചെയ്യൂല, പോയി. ഇതിൽ ഫോട്ടോസൊക്കെ, സോങ്, ഞാനിത് ആ സമയത്ത് യൂസ് ചെയ്ത് വെച്ചാൽ എനിക്ക് സിമ്മില്ല. അപ്പോൾ പാട്ട് കേൾക്കാനും ഫോട്ടോസ് എടുക്കാനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതായിരുന്നു ഈ ഫോൺ. ഈ ഫോൺ ഒരു ദിവസം ബസ്സിൽ നിന്ന് മിസ്സായി. അപ്പോൾ ബസ്സിൻ്റെ പേര് മാമി നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ആ തലശ്ശേരി ഭാഗത്തുള്ള ബസ്സൊക്കെ അന്വേഷിച്ചിട്ട് അയാൾ ലാസ്റ്റ് കൊണ്ടുത്തന്നു. അപ്പം അച്ഛൻ അയാൾക്ക് ചായ ഒക്കെ വാങ്ങിക്കൊടുത്തു. ഇത് കിട്ടിയതല്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് തിരിച്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആ ബസ്സിന്റെ പേര് കിട്ടിയില്ല, ഞാൻ ടെൻഷൻ അടിച്ച് ചാവുകയായിരുന്നു. കാരണം എൻ്റെ ഫോട്ടോസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോണാണ്. അങ്ങനെ തിരിച്ചു കിട്ടിയോണ്ട് ദൈവമേ താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത ഫോൺ കണ്ടെങ്കിൽ ചിരിച്ചു പോകും. കാരണം ഞാൻ ഇതൊരു ഫ്രെയിമാക്കി മാറ്റി ലാസ്റ്റ്. ഇതെൻ്റെ അമ്മേൻ്റെ ഫോണാണ്. അപ്പോൾ ഈ ഫോണിൽ ഞാൻ ഒരാളെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ആൾക്കാർക്ക് എന്തായാലും അറിയാൻ പറ്റും. ഇത് ജിനേഷ് മാഷ്, ഒഞ്ചി UP സ്കൂളിൽ പഠിക്കുമ്പോൾ സാറാണ്. എനിക്ക് മാത്സ് ഒക്കെ നല്ല രീതിയിൽ, മാത്സ് ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി എടുത്തത് ഈ സാറ് കാരണം. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് സാറായിരുന്നു.
ജിനേഷ് മാഷ് സാറ് മരിച്ചപ്പം നല്ല വിഷമമുണ്ടായിരുന്നു. കുറേ കൊല്ലം ഞാൻ കുറച്ച് നല്ല സങ്കടത്തിലേനും. പിന്നെ ഞാൻ ഓക്കെ ആയതാണ്. അപ്പം സാറിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ ഇതിൽ ഫ്രെയിം ചെയ്ത് വെച്ചതാണ് ഈ ഫോട്ടോ. പിന്നെ ഇത് എൻ്റെ ഏച്ചീൻ്റെ ഫോണാണ്, HTC ഫോണ്, ടച്ച് ഫോൺ തന്നെ. ഇതൊക്കെ ഫസ്റ്റ് കിട്ടിയ ഫോണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഫസ്റ്റ് എന്നല്ല, ടച്ച് ഫോണിൽ ഫസ്റ്റ്. പണ്ട് ഞെക്കുന്ന ഫോണെല്ലാം ഉണ്ടായിരുന്നു. ഇവക്ക് പണ്ടേ ഫോൺ വേണമെന്നെല്ലാം പറഞ്ഞ് നിർബന്ധിക്കാനും ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്ന കണ്ടിട്ട് ടച്ച് ഫോണൊന്നുമല്ല, അന്നേരം ചെറിയൊരു ഞെക്കുന്ന ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ അമ്മക്ക് വേറൊരു ഫോൺ കിട്ടി. അമ്മ ഇത് ഇപ്പോഴും ഇങ്ങനത്തെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ടച്ച് ഫോണില്ല, നമുക്ക് വാട്സപ്പ് ഒന്നും യൂസ് ചെയ്യാൻ അറിയില്ല. എന്തായാലും ഞാൻ ഭാവിയിൽ നമുക്കൊരു ഫോൺ വാങ്ങിക്കൊടുക്കും, എന്തായാലും ടച്ച് ഫോണ്. പിന്നെ ഓക്കെ പറഞ്ഞേരെ. പിന്നെ അങ്ങോട്ട് എനിക്ക് ഐഫോൺസിന്റെ കുറച്ച് കളക്ഷൻസ്. പിന്നെ അച്ഛൻ വാങ്ങുന്ന മൊത്തം ഐഫോണിനും. അത് ഞാൻ പൊന്നി പറയുന്നില്ല, കാരണം അച്ഛൻ ഐഫോൺ യൂസ് ചെയ്ത ശേഷം പിന്നെ ആ ഡാറ്റാസ് മൊത്തം അച്ഛൻ ഐഫോണിലേ പറ്റൂ. അതുകൊണ്ട് അച്ഛൻ ഐഫോൺ തന്നെ വാങ്ങിയ. അപ്പോൾ അച്ഛന് ഫസ്റ്റ് യൂസ് ചെയ്ത ഫോണാണ് iPhone 5. കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ ഫോൺ ഞാൻ ഇതിൽ കൊണ്ടുവച്ച് വെച്ചിട്ടുണ്ട്. ഈ ഫോണ് പിന്നെ അച്ഛൻ എനിക്ക് തന്നു. അച്ഛൻ വേറെ ഫോൺ വാങ്ങിയപ്പോൾ എനിക്ക് 10ാം ക്ലാസ്സിന് ആ ടൈമിൽ തന്ന ഫസ്റ്റ് 10ാം ക്ലാസ്സിന്റെ ബർത്ത്ഡേക്ക് അച്ഛൻ തന്ന ഗിഫ്റ്റായിട്ട്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഫോണ് കിട്ടിയത്, സിമ്മുള്ള ഫോണ്. ഞാൻ കാണിച്ചുതരാം, തുറക്കാൻ പറ്റണ്ടേ. ഇതാ ഇതിൽ ഞാൻ ഫോണൊക്കെ കൊണ്ടുവച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾ കളയൂല, ഇതെല്ലാം ഞങ്ങൾക്കൊരു ഓർമ്മയാണ്. ഞാൻ യൂസ് ചെയ്തല്ലേ എന്നാലേക്കുമ്പോൾ ഇതാണ് iPhone 5. ഇത് ഞാനിപ്പം ചാർജ് ചെയ്യാൻ നോക്കട്ടെ. ഇത് ഓണാവുമെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് ചാർജ് ചെയ്ത് നോക്കാം. പക്ഷെ ഞാൻ അധികം ഞെട്ടുന്നില്ല, കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ ഓണാവും, പിന്നെ അങ്ങോട്ട് ഓണാവും അറിയില്ല. ഞാൻ നോക്കട്ടെ, എന്തായാലും ശരിയാക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ ശരിയാക്കും. ഇതിങ്ങനെ ഓണാവും, കണ്ടോ, ഇടക്കിടക്ക് ഇങ്ങനെ ഓണാവും. നെക്സ്റ്റ് പിന്നെ അച്ഛൻ iPhone 5 മാറ്റി iPhone 5s ആക്കി. അത് പിന്നെ എൻ്റെ ഏച്ചിക്കാണ് പിന്നെ കിട്ടിയത്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇൻബോക്സിലാണ് iPhone 5sന്റെ ഓള് യൂസ് ചെയ്ത്. അപ്പോൾ ഈർത്ത യൂസ് ചെയ്ത ഐഫോണാണിത്. ഇതൊക്കെ ഞങ്ങൾ ഇത് ചത്തെന്ന് തോന്നുന്നു. ഇതിനി റെഡിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ അച്ഛന് അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഏതാ ഐഫോൺ എന്നുള്ള. അച്ഛൻ പിന്നെ യൂസ് ചെയ്തതാണിത്. ഇത് കഴിഞ്ഞ ശേഷം പിന്നെ അച്ഛൻ വാങ്ങിയത്, ഇപ്പം അച്ഛൻ യൂസ് ചെയ്യുന്നത് iPhone 12 mini ആണ്. അതാണിത്. പക്ഷെ ഇതിലില്ല, അത് അച്ഛൻ യൂസ് ചെയ്യുന്നല്ലേ, പിന്നെ എങ്ങനെ ഉണ്ടാകും. പിന്നെ ഇത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ, നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നില്ല, ആ ഫോണാണ്. ഇത് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ സ്വന്തമായി വാങ്ങിയതിൽ. അപ്പോൾ ഗൈസ്, ഇപ്പം നിങ്ങൾ ഇത്രയും നേരം കണ്ട വീഡിയോസൊക്കെ ഇന്നലെ നൈറ്റ് എടുത്തതേനു. അപ്പം ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് ഒരു ഐറ്റം കൂടി കാണിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ കണ്ണൊക്കെ എഴുതി വന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇത് കാണിക്കുന്നതിന് മുന്നേ ഞാൻ ഈ വീഡിയോ ഇതിലൂടെ തന്നെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കാരണം വെച്ചാൽ ഇത് ലാഗ് അടിക്കും. കാരണം ഇപ്പം തന്നെ 7 മിനിറ്റിനോളം ഉണ്ട് വീഡിയോസ്. നിങ്ങളെ ലാഗ് അടിപ്പിക്കാതെ തന്നെ ഒരു പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ വീഡിയോ ആണ് ഇനി പാർട്ട് 2 ഉണ്ടാവുക. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി ഇങ്ങനെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇതെന്താ എത്രാം ക്ലാസ് പഠിക്കുമ്പോൾ കൊടയാ? ഒരു അംഗനവാടിയാന്ന് തോന്നുന്നു, LKG-ലൊന്നല്ല. എന്തായാലും ഞാൻ കാണിച്ചു തരാം. അന്നത്തെ വില്ലല്ലതായിട്ട് പോയി. ഓക്കെ, വേണ്ട, 2 ചെവിയിലുള്ള ഇതിന്റെ കളറൊക്കെ പോയി നല്ല ചോപ്പേനും. പിന്നെ ഇതാ LKG എന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടേനു. ഓക്കെ, പിന്നെ തുരുമ്പിച്ചെല്ലാം പോയി. എന്നാലും സാരിയില്ല, ഞാൻ ഇത് കൊണ്ടാക്കി വെച്ചതാ. ഇങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളെ ചെറിയ കുട്ടിക്കാലത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ അമ്മ, ഞാനിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ അമ്മ ഇതൊന്നും പറയുന്നതിന്റെ ഇടയ്ക്ക് ഏതൊരു സിനിമേന്റെ അത് ഉർവശിന്റെ സിനിമയിൽ എല്ലാം സാധനങ്ങളെല്ലാം ചെറുപ്പകാലത്തെല്ലാം പൊറുക്കി വെക്കുന്നതെല്ലാം കണ്ടില്ല. അതായത് അമ്മ പറയുന്ന വെച്ചാൽ ഞാനിങ്ങനെ ഓരോന്ന് എടുത്തു വെക്കുന്ന കാണുമ്പോ അമ്മ പറയും, ഇതെന്താ സിനിമയിൽ ഉർവശി എടുത്തു വെക്കുന്നുണ്ടോ, എന്തോ കല്ലാറ്റോ, അവൾ ആദ്യമായിട്ട് ആരും എറിഞ്ഞതോ അങ്ങനെ എന്തോ. അപ്പോ ആ സിനിമേന്റെ പേരെനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അതും കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പൊ ഓക്കെ, ബൈ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ.